ഹലോ മച്ചാമരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും നമ്മുടെ ക്യാമറ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസത്തോളമായി. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ മാറ്റിയിട്ട് ഏതാ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയൊരു ആക്ഷൻ ക്യാമാണ് നമ്മളിപ്പോൾ എടുത്തേക്കണം. അത് വേറൊന്നുമല്ല, ഓസ്മോ DJ എന്ന് പറയുന്ന ആക്ഷൻ ക്യാമാണ് യൂസ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, GoPro എന്തുകൊണ്ട് എടുത്തില്ല, ഇതെന്തുകൊണ്ട് എടുത്തു എന്നാണ് ഒരു ചോദ്യം. അപ്പോൾ അതിലുണ്ടാവും. അപ്പോൾ ഇത് എടുത്തതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ആദ്യം നിങ്ങൾ പോയി ഇതിൻ്റെ അൺബോക്സിങ് കണ്ടിട്ട് എന്നിട്ട് ഞാൻ പറയാം ഇത് എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Diamonds on fleek, chain talking about fleek. Put it on, screw, right up, screw, straight up, screws. Right up, screw to a penthouse, straight up, screw to a penthouse, Miami Beach. Yeah, yo, niggas talk crazy on tweets. They don't want it 'cause I come to defeat. They don't want it. I peep, these niggas all sweet. Bamboo sticks all in the Jeep. It's a new weirdo every week. Get the what, put it up for my seeds. No care for the IG disease. They do anything for clout. They do anything for clout. Do anything for clout. They do anything for clout. Do anything for clout. They do anything for clout. Do anything for clout. Bitch, watch your mouth. Bitch, stay in your place. Bitch, get out the way. My bitch on your ass can play. No disrespect. The nigga be tripping, but we love ya. Swapping knock on my bitch. I bought her the limo, she bought me the race. Practice, make breakfast. Nigga, it's never too late. Never. I take the out of the snake. ഇതാണ് നമ്മളെടുത്ത നമ്മുടെ പുതിയ ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ വരുന്നു നോക്കാം. ഇത് നമ്മുടെ കേസ് വിത്ത് ആക്ഷൻ ക്യാമാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു സംഭവമാണ്, നമ്മൾ ഹെൽമെറ്റിലേക്കൊക്കെ മൗണ്ട് ചെയ്യണം. ആ ഒരു ക്ലിപ്പാണ്. ഇതിൻ്റെ സ്റ്റിക്കർ പൊളിച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ച് വെക്കുന്നത്. ആ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇത് DJ എന്ന് എഴുതിയിട്ട് ഒരു ബാഡ്ജിങ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് എക്സ്ട്രാ ബാറ്ററി ആണോ ഒരു 1 ബാറ്ററി ആണോന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിനകത്തൊരു ബാറ്ററി വന്നിട്ടുണ്ട്. അത് ഇതുവരെ ഓണാക്കിയിട്ടില്ല. പിന്നെ വരുന്നതെന്ന് പറയാൻ നേരത്ത് നമ്മുടെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ഇത് കണക്ട് ചെയ്ത് വെക്കുന്നൊരു സ്ക്രൂ ആണ്. ഇത്രയാണ് നമ്മുടെ ഓസ്മോ DJയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നമ്മളിതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള യൂസറിന് തന്നെ സംഭവങ്ങളൊക്കെയാണ്, വാറണ്ടി കാർഡൊക്കെ വന്നത്. നമുക്കതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഈ സാധനം കേസ് ഊരിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഈ ഒരു സംഭവം നമുക്ക് പൊടിച്ച് അത് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ക്രീനിൽ ഇത് പൊടിക്കാം. സാറ്റിസ്ഫാക്ഷൻ ഇതും പൊളിച്ച്. പിന്നെ അത് ബാറ്ററി ഇല്ല, അപ്പോൾ അത് എക്സ്ട്രാ ബാറ്ററി അല്ല, ഇത് ബാറ്ററി വരുന്നില്ല. അപ്പോൾ നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററി. ഇംഗ്ലീഷ് നമുക്കപ്പോൾ ഇതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യണം. എന്നിട്ടൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DJ ഓസ്മോയിൽ ആണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണതെന്ന് പറയണത്. നമ്മുടെ ഈ ക്യാമറയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് റോക്ക് സ്റ്റെബിലൈസേഷൻ എന്നാണ്. അപ്പം ആ ഒരു ഓപ്ഷൻ ഇട്ടിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊന്ന് ഓടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഓഫാക്കിയിട്ടിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. നമ്മൾ റോക്ക് സ്റ്റെബിലൈസേഷൻ ഓഫാക്കിയിട്ടിട്ട് ഓടാൻ പോവുകയാണ്. ശരിക്കും ആ ഒരു റോക്ക് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ. നമ്മൾ ഈ ക്യാമറ മേടിക്കാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് സ്ക്രീനാണ്. ശരിക്കും നമുക്ക് നോക്കിക്കൊണ്ട്
വ്ളോഗ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓസ്മോ ഡിജയുടെ ഈ ഒരു ക്യാം എന്തുകൊണ്ട് ഗോപ്രോ മാറ്റിയിട്ട് ഇതെടുത്തു എന്നുള്ള മെയിൻ റീസൺ ഇതിൻ്റെ ഫ്രണ്ടിലെ സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കണ്ടുകൊണ്ട് തന്നെ വ്ളോഗ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ബാക്കിലൊന്ന് ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് മാറി നമ്മുടെ ബാക്ക് സ്ക്രീനിലേക്ക് ആകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബാക്ക് സ്ക്രീനിലേക്ക് വന്നു. നമ്മൾ അതുപോലെ ഫ്രണ്ട് സ്ക്രീനിലേക്ക് വരുന്നത് ഇതേപോലെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇതാണ് ശരിക്കും ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓസ്മോ ഡിജയുടെ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കണമെന്ന് പറയുന്ന നേരത്ത് 5 മണിക്ക് ശേഷമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ര പവർഫുള്ളായിട്ടൊരു ലൈറ്റിംഗ് ഒന്നും ഇല്ല, ലൈറ്റിംഗ് കുറവാണ്. അത് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി അറിയാൻ വേണ്ടി കൂടിയാണ് നമ്മളിങ്ങനെ ഒരു ലൈറ്റിംഗ് സെലക്ട് ചെയ്ത് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ ശരിക്കും സംസാരിക്കുന്നതും നമ്മുടെ ഡിജയുടെ മൈക്കിലൂടെയാണ് സംസാരിക്കണം. ഞാൻ എക്സ്ട്രാ മൈക്കൊന്നും ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഓസ്മോ ഡിജെ എടുത്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഏകദേശം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച സമയത്ത് ഒരു 23,000 സംതിങ് രൂപയേ ആയിട്ടുള്ളൂ. നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്ന നേരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ GoPro 7 ആണ് ബ്ലാക്ക്. അപ്പോൾ GoPro 7 വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് നമുക്ക് ഒന്നാമത്തെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇതിനൊരു ഫ്രണ്ട് സ്ക്രീൻ വരുന്നിട്ടുണ്ട്. അപ്പോൾ ഗോപ്രോയ്ക്ക് ആ ഒരു ഫ്രണ്ട് സ്ക്രീൻ കിട്ടത്തില്ല. നമുക്കപ്പോൾ ഇത് ഫ്രണ്ട് സ്ക്രീൻ നോക്കി നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്ന നേരത്ത് നമുക്ക് അണ്ടർ വാട്ടറിൽ ശരിക്കും പറയുന്ന നേരത്ത് 10 മീറ്റർ വരെ ഇതിൻ്റെ കേസ് ഇല്ലാതെ, അണ്ടർ വാട്ടർ കേസ് ഇല്ലാതെ ഇതിങ്ങനെ തന്നെ നമുക്ക് ഒരു 10 മീറ്റർ താഴത്ത് വരെ നമുക്ക് വെള്ളത്തിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ക്യാം വാങ്ങണ സമയത്ത് ശരിക്കും കുറച്ച് ആക്സസറീസ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു GoPro മേടിക്കാൻ നേരത്ത് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ GoPro 7 ഏകദേശം ഒരു 27,000 രൂപയാവും, ഇതിന് ഒരു 23,000 ആ ഒരു റേഞ്ചേ വരുള്ളൂ. അപ്പോൾ പ്രൈസ് ഡിഫറൻസ് അത്രത്തോളം ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ ഫീച്ചേഴ്സൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ GoPro 8ലേക്ക് പോകണം. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജിങ്. അതായത് നമ്മൾ ചാർജ് ചെയ്തതിൻ്റെ യൂസേജ് വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ 3-4 ട്രിപ്പൊക്കെ ശരിക്കും ഈ ഒരു ഇതിനകത്താണ് ഷൂട്ട് ചെയ്തിരിക്കണം. ആ ഒരു വീഡിയോയിൽ ഇനി എന്നെ ശരിക്കും ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഞെട്ടിച്ച് കളഞ്ഞു. കാര്യം ഒരു ദിവസത്തിൽ കൂടുതൽ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുമ്പോഴല്ല, നിർത്തി നമ്മൾ എടുക്കുന്ന ടൈമിൽ എനിക്കൊന്ന് ഒരു ദിവസത്തിൽ കൂടുതൽ ഇതിൻ്റെ ചാർജ് നിന്നിട്ടുണ്ട്. GoPro യൂസ് ചെയ്യുന്നവർക്കറിയാം എക്സ്ട്രാ ബാറ്ററി ഇല്ലാണ്ട് GoProയിൽ ഒരു പരിപാടി നടക്കത്തില്ല. ശരിക്കും ഞാനിപ്പോൾ ഇതിനിപ്പോൾ എക്സ്ട്രാ ബാറ്ററി ഒന്നുമില്ല, ഞാൻ ഈ ഒരു ബാറ്ററി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഞാൻ അന്ന് ഒരു ഡേ ഷൂട്ട് ചെയ്ത് അതിനുശേഷം ചാർജ് മിച്ചം ഉണ്ടായിട്ട് പിന്നീട് ഞാൻ അന്ന് രാത്രി ചാർജ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഉപയോഗിച്ചിട്ട് ചാർജ് മിച്ചം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 3-4 ദിവസത്തെ ആ ട്രിപ്പിന് ഞാൻ ഇത് ഉപയോഗിച്ചത്. കംപ്ലീറ്റും ഇതിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുട്ടേജും ക്വാളിറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മേളിൽ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്വാളിറ്റി മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണ സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രൈസിൽ ബെസ്റ്റ് ഇതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, GoPro 7 8 തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് 8 നമ്മളെടുത്താൽ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറയുന്ന നേരത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ലെൻസിൻ്റെ അവിടുത്തെ ആ കവർ 8 ശരിക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഊരി മാറ്റേണ്ടി വരും, വലിയൊരു ചിലവ് വേണ്ടി വരും. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ലെൻസ് ഉൾപ്പെടെ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. 7 ആകുമ്പോൾ കവർ മാറാം. ഇതും അതുപോലെ തന്നെയാണ്. ഇത് റിമൂവ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വേറെ ലെൻസ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. സോ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്ന ബെസ്റ്റ് ആക്ഷൻ ക്യാം ഇതായിരിക്കും കമ്പയർ ചെയ്ത് നോക്കണ സമയത്ത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ GoProയുടെ മേളിലേക്കുള്ള ഒരു ഓപ്ഷൻസിലേക്കൊക്കെ പോകേണ്ടി വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതാണ് ബെറ്ററായിട്ട് തോന്നിയത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 7 വേണ്ടെന്ന് വെച്ചിട്ട് ശരിക്കും ഈ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഓരോ ആൾക്കാർക്ക് ഇതാണ്. എനിക്ക് ഇതിൻ്റെ ആ ഡിസൈൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഓരോരോ പേഴ്സണൽ കാര്യമാണ്. എനിക്കിത് അത്ര ഡിസൈനും കാര്യങ്ങളും അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ ആക്സസറീസ് ഒക്കെ നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതുകൊണ്ട് നമുക്ക് അധികം കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഇത് മാത്രമല്ല, ശരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു
ഒരു കവർ പ്രൊട്ടക്ഷൻ അല്ല, ഹെൽമെറ്റിലൊക്കെ ഹോൾഡ് ചെയ്യാൻ ഇതിൻ്റെ കവറില്ലാണ്ട് പറ്റത്തില്ല. ആ കവറും പിന്നെ നമ്മൾ ഹെൽമെറ്റിൽ ഒട്ടിച്ച് വെക്കണ 2 ക്ലിപ്പൊക്കെ കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എക്സ്ട്രാ ബാറ്ററി മേടിക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ അതുകൂടി വന്നു കഴിയുന്നിട്ട് ഏകദേശം ഓക്കെ ആവും. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ 27,000 രൂപ കൊടുത്ത് നിങ്ങൾ GoPro 7 മേടിക്കണേക്കാളും ഒരു 3,000 രൂപ കുറച്ച് ഇത് മേടിക്കുന്നതായിരിക്കും ബെറ്റർ. കാര്യം എനിക്കിതായിട്ടാണ് ബെസ്റ്റായിട്ട് തോന്നിയത്. അപ്പം അതാണ് ഞാൻ GoPro വിട്ടതിൻ്റെ കാര്യം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സമാധാനം പുറത്ത് പീസ് ഔട്ട്.